അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വയനാട് ട്രിപ്പിന്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളുള്ളത് ഒരു അഡ്വഞ്ചർ പാർക്കിൽ. ആലിക്കാക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയ പാർക്കാണ്. അപ്പോൾ ഇതിനാണ് മെയിൻ ആയിട്ട് നമ്മൾ വയനാട്ടിൽ വന്ന്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വൈകുന്നേരം ആയിരുന്നുള്ളൂ. നമ്മള് പിന്നെ കഴിഞ്ഞ വർഷം വയനാട്ടിൽ പോയപ്പോൾ ഈ പാർക്ക് പോയിനു. അപ്പൊ ഇതിന്റെ പണിയൊന്നും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയില്ല. ഇപ്പതാ അടിപൊളിയാക്കിയിരിക്കുന്നു. പിന്നെ വല്ല രണ്ടാളി കുട്ടികൾ കളിക്കുന്ന സാധനത്തിൽ കയറ്റി കൊടുത്ത് അങ്ങനെ അതിന്ന് ഇറങ്ങിയിട്ട് നമ്മളെല്ലാരും കൂടി ഇതാ ഈ ഒരു സാധനത്തിലേക്ക് പോകണം. ഇതിന്റെ പേരെന്തൊക്കെ അറിയില്ല. പക്ഷെ ഞാൻ ഇതിൽ ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത്. അതും ഇവിടുന്ന്. ആദ്യമൊക്കെ കുഴപ്പമില്ലേനും പിന്നെല്ലാം മനസ്സിലായത് ഇത് നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. എന്റെ അനിയത്തി ഉണ്ടല്ലേ കരീനെ, ഓള് എത്ര കരിഞ്ഞിട്ടും കണ്ണു പൂട്ടില്ല കേട്ടോ. ഓക്ക് പേടിയായിട്ട് ഇതുണ്ടല്ലേ ജെഫിത്തൊക്കെ കണ്ണു കൂട്ടി മുറുക്കി പിടിച്ചിരിക്കുന്നു. ഇത് ഇത്രയും ഹൈറ്റിൽ പോണേ നമ്മളിത് കണ്ടില്ല. കാരണം നമ്മള് രണ്ടാളും കണ്ണുകൂട്ടിയിരിക്കുന്നു. സത്യം പറയാലോ ഗൈസ്, നമ്മള് കുറച്ച് പേടിച്ചിക്കണ്. സംഭവം എന്താ വെച്ചാൽ ഈ സ്ഥലത്തിൽ നമ്മളെല്ലാരും മാത്രമേ കരീനുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കണ്ടില്ലേ ചിരിച്ചിരിക്കുകയാണ് നമ്മളെ നോക്കിയിട്ട്. കൂടാതെ നമ്മളെ സീറ്റിന്റെ ബാക്കിലാണ് 2 ചെറിയ മക്കൾ. മൊത്തത്തില് നല്ലോണം നാണം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊന്നും ഇറങ്ങിയിട്ട് കാല് മര്യാദയ്ക്ക് നിലത്ത് കുത്താൻ വരെ കഴിയാതെ നമ്മള് നേരെ സിപ്പ് ലൈനിൽ കയറാൻ പോവാ. പിന്നെ ഈ സിപ്പ് ലൈനിലേക്ക് കയറുമ്പോ എന്റെ പേടി എന്താ വെച്ചാല് അതൊറ്റ നടുവില് സ്റ്റക്കായി പോയാൽ എന്താക്കും. പിന്നെ നമ്മൾ ആര് വന്ന് രക്ഷിക്കും, എങ്ങനെ രക്ഷിക്കും അതൊക്കെ ആണ്. പക്ഷെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിക്കണേ നമ്മള്. ഇവൾക്ക് സിപ്പ് ലൈനിൽ കയറാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ അതിന്റെ സങ്കടത്തിൽ ഇവള് പൂളിലിറക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മിറർ മേസിൽ പോയിട്ട് കുറച്ചു നേരം കുടുങ്ങി നിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കറക്റ്റ് പടകം പൊട്ടിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം അവിടെ ഇന്ന് ഓലെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പൊ അവിടെ കുറച്ച് പാട്ട് പാടാനോ ആൾക്കാരൊക്കെ വന്നിക്കണേ. അങ്ങനെ നമ്മള് പിന്നെ ഓരോ ഐസ്ക്രീമും വാങ്ങിയിട്ട് ഓല പാട്ട് ആസ്വദിച്ച് കുറച്ച്. പിന്നെ അതാ ഇപ്പൊ തന്നെ കുറച്ച് ലേറ്റ് ആയിക്കിനെ. പിന്നെ കോഴിക്കോട് എത്താൻ കുറച്ചും കൂടി ലേറ്റ് ആവും. അങ്ങനെ നമ്മള് ചായവാലേന്ന് ഒരു ചായയും കൂടി കുടിച്ചിട്ട് നമ്മള് നേരെ വീട്ടിൽ പോയി. അപ്പൊ ബൈ.